സിദ്ധുവേ, സിദ്ധു. ഓ ഇരിക്കേ, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. റൊമാൻസ് ആണ്. എന്താ നോക്കണേ? ഇതെന്താ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ദോശ, വെള്ളം. ഇതാണ് ലച്ചു വിളമ്പുന്ന സ്നേഹം. അല്ല, ഇത് കനകാന്റെ അമ്മൂമ്മ ഉണ്ടാക്കിയതല്ലേ? അത് കനകാന്റെ അമ്മൂമ്മ ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്റെ കൈ കൊണ്ടാണല്ലോ വിളമ്പുന്നത്. ഓക്കെ, ഇങ്ങനെ വിളമ്പാറ് നീ ഇരിക്കും. ഇല്ല, സിദ്ധു കഴിക്കുന്നത് ഞാൻ കഴിച്ചോളാം. ആ, എനിക്ക് സിദ്ധു ഇങ്ങനെ കഴിക്കുന്നത് കാണാനാണ് ഇഷ്ടം. എന്തോ ഞാൻ ദുബായിലിരുന്നപ്പോഴൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ലച്ചു ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നു. അത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ? അത് മാത്രമല്ല ആലോചിച്ചേക്കുന്നേ, ഞാൻ ലച്ചുവിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ലച്ചു ഇരിക്കുന്നേ, വാ. സിദ്ധു ആദ്യം കഴിക്കാം, ഞാൻ കഴിച്ചോ. ലച്ചും കൂടി ഇരുന്നേ നമുക്ക് കഴിക്കാം. ഇല്ല, സിദ്ധു കഴിച്ചോ? ഇനിയിപ്പോ ഞാൻ പോയി പ്ലേറ്റ് ഒക്കെ എടുക്കണം. എന്തിനാ സിദ്ധു കഴിച്ചോ? സിദ്ധു കഴിച്ചോ? ഇതിനൊരു കാര്യം ഞാൻ വിളമ്പിത്തരാം. എന്തൊരു പരിപാടികളേത്? നമ്മളെ കൂട്ട ഒറ്റ ഇരുന്ന് ഫുഡ് കഴിക്കണം. കേശു, നിനക്കുള്ള ഭക്ഷണം അടുക്കളയിൽ ഇരിപ്പുണ്ട്, നീ പോയി കഴിച്ചു. അല്ല, എനിക്കുള്ള ഭക്ഷണം അടുക്കളയിൽ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അത് വിട്. അളിയനെ മാത്രമാണ് ഫുഡ് കൊടുത്തതിന്റെ കാരണം എന്തിനാണ്? അത് അളിയന് വിശന്നപ്പോ ഞാൻ ഇച്ചിരി ഭക്ഷണം എടുത്ത് കൊടുത്തതേ ഉള്ളൂ. നിന്റെ ഭക്ഷണം അടുക്കളയിൽ ഇരിപ്പുണ്ടടാ. എനിക്ക് ഭക്ഷണം അടുക്കള ഇരുന്നാ മതി. ഫുഡ് എടുത്തോണ്ടോ, കഴിക്കട്ടെ. വേണമെങ്കിൽ പോട്ട് കഴിക്കടാ. എന്തായാലും ചേച്ചി അങ്ങോട്ട് ഈ പരിപാടി നടക്കൂല ഏട്ടാ. അളിയ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞോണ്ടേ പങ്കി പക്ഷാഭേദം നടക്കില്ല. ഫുഡ് വരട്ടെ, കൊണ്ടുവാ. ഇനിയിപ്പോ ഒരു കാര്യം ചേച്ചി എടുക്കാൻ പോണ്ട. അളിയാ, ഒരു വാ, വാരത്താളെ അങ്ങോട്ടാ. ഞാൻ വാരി കൊടുക്കാളിയാ. നിനക്ക് ദോശ വേണോ അല്ലേ? കണ്ടാ എന്റെ ചേച്ചിയുടെ സ്നേഹം കണ്ടാ? അതെ അതെ, തരുവൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്റെ ചേച്ചി എന്ന് പറഞ്ഞ തിന്നടാ. എന്തൊരാർത്തിയാടാ ഇത്. എടാ, നിന്നോട് ആരാ പറഞ്ഞ ഇവരുടെ ഇടയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ? അല്ലല്ല, അവൻ കഴിച്ചോട്ടെ, അവിടുത്തെ കഴിച്ചോട്ടെ. ഇല്ല മോനെ, അവന് ഞാൻ അടുക്കളയിൽ കൊടുത്തോളാം. വേടാ ഇങ്ങോട്ട്. എഴുന്നേക്ക് വാ. ഒന്നും തോന്നരുത് കേട്ടോ. ഈ കൂട്ടുകുടുംബം ആയാലും ഇതാണ് പ്രശ്നം. എന്റെ മൂഡ് മൊത്തം പോയി. എന്റെ പണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ റൊമാൻസ് ഇവരുടെ ഇടയിൽ വർക്ക് ആവില്ല. ഇങ്ങോട്ടെങ്കിലും നാട് വിട്ടാലോ? ആലോചിക്കാം. അമ്മായിയേ, അമ്മായിയേ. വരണ ഓണ്ടേ? റെഡിയല്ലേ? റെഡി. എല്ലാം സെറ്റ് ആണല്ലോ? സെറ്റ്. അപ്പോ നമ്മൾ അങ്ങോട്ട് ബൈക്കിന് പോകുന്നു. അമ്മായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ ചെയ്യുന്നു. അതുവരെ ഞാൻ ഇവിടെ ബൈക്കിൽ വെയിറ്റ് ചെയ്യുന്നു. അമ്മായി തിരിച്ചു വരുന്നു, നമ്മൾ ബൈക്കിൽ കയറുന്നു. തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മായി എടുത്ത് ഞാൻ പറഞ്ഞ സാധനം അമ്മായി എനിക്ക് മേടിച്ചു തരുന്നു. ഗൗരി ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, അത് ചെയ്തിരിക്കും. അത് മതി. എനിക്ക് എന്താണ് മേടിച്ചു തരാന്നാണ് പറഞ്ഞത്? എന്തായിരുന്നു നീ പറഞ്ഞു? അൽഫാമും ഫലൂടെ. അൽഫാമും ബഫലൂടെയും. ബഫലൂടെ അല്ലേ? എനിക്ക് അത്ര വിശ്വാസം പോരുന്നില്ലേ? അൽഫാമും ഫലൂടെ മറക്കും. എനിക്ക് ഒരു പണം അൽഫാമും ഫലൂടെയും കേശുവിന് മേടിച്ച് കൊടുക്കാം. കേശുവിന് ഞാൻ അൽഫാമും ഫലൂടെയും മേടിച്ച് കൊടുക്കാം. 2 ക്രംസപ്പ് കൂടെ കൊടുക്കും. ഇത് മതി. എടാ, ആ ചാവി ഒന്ന് തരൂ. ഏത് ചാവി? വണ്ടിയുടെ ചാവി. ഈ ചാവി? നമ്മള് പുറത്തുണ്ട്. നിങ്ങളോട് പോണു? ഞങ്ങൾ പുറത്തുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. അല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു വരെ പോവാനാ വണ്ടി ഒന്ന്. പുറത്തോട്ട് വരാടാ. അളിയ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഇത് എനിക്ക് പോകാനുള്ള കേസല്ല. അമ്മായിക്ക് എന്താ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അമ്മായി ഒരു ടാക്സി വിളിച്ചു പോകാം. ടാക്സിന് ബുക്ക് ചെയ്തിട്ട് വരുമ്പോ ഒക്കെ ലേറ്റ് ആവും. ഇതൊരു അത്യാവശ്യ കാര്യമാണ്, പോകാൻ റെഡിയായി. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ. ഞങ്ങൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചിങ്ങ് വരാം. നിങ്ങൾ ടാക്സി വിളിച്ച് പോകും, ഞങ്ങൾ പോയിട്ട് വരാന്ന്. ടാക്സി വിളിച്ചോ? ചാവി ഒന്ന് താടാ. അല്ലേ അമ്മായിക്ക്
ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ. ഇച്ചിരി അങ്ങ് നീങ്ങിക്കോ. ഞങ്ങൾക്കൊന്ന് പുറത്തു പോണായിരുന്നു. അത് ഞാൻ ചാവി ഒന്ന് ചോദിച്ചാൽ അതിനാണ് ഈ കിടന്ന് കാണിക്കണത്. ചേച്ചി ഇപ്പൊ എന്തിനു പറഞ്ഞു? എന്ത് ഞങ്ങക്ക് പുറത്തു പോണായിരുന്നു? ഞങ്ങൾക്ക് എന്തോന്നാ പറഞ്ഞ? സ്നേഹമില്ലെന്നാ. ആ എന്തിനു വർത്താനം ചേച്ചി? എടാ എടാ നിങ്ങൾക്ക് എന്ത് പണിയാടാ കാണിക്കുന്നേ? ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും സ്വസ്ഥത തരുന്നുണ്ടോ? ഞങ്ങൾക്ക് പ്രൈവസി ഉണ്ടോ? എന്റെ പൊന്നു സിധു, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ മിണ്ടാതിരുന്നാ മതി. ചാവിതാ. പ്രശ്നം എന്താന്ന് പറ, എന്നിട്ട് ചാവി തന്നാ വേണ്ടെന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് ഇവിടെ പ്രൈവസി ഇല്ല അമ്മൂമ്മേ. ഒരു 5 മിനിറ്റ് ഈ സിധുവിന്റെ അടുത്ത് സ്വസ്ഥമായിട്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയാന്ന് പറഞ്ഞ് ഈ കാലമാടം കയറി വരും. ഇവരെങ്ങനെങ്കിലും നൈസായി പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്കും തെച്ചെന്നും പറഞ്ഞത് ഈ അമ്മായി കയറി വരും. അത് കഴിയുമ്പോ ഈ കുരിപ്പ് കയറി വരും. ഞാൻ ക്രയോൺ ഷോപ്പിൽ വന്നല്ലേ. ഞങ്ങൾ സ്നേഹിക്കുന്നതിന്റെ നടുക്ക് തന്നെ നിനക്ക് ക്രയോൺ ഷോപ്പാണോ? എനിക്കറിയാം നിങ്ങൾ സ്നേഹിക്കുന്ന സ്ഥലമാന്ന്. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കേ. ഞങ്ങൾ പറഞ്ഞു തീർന്നോട്ടെ. ഇവിടുത്തെ ശല്യമൊക്കെ ഒഴിവാക്കി സ്വസ്ഥതായിട്ട് പുറത്ത് പോവാന്ന് വെച്ചാൽ വണ്ടി തരുന്നില്ല. ഞങ്ങൾ ഇതെന്ത് ചെയ്യണ്ടേ? എന്താ വിട് ലച്ചു? സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ശരി, തന്നെ എന്തിനാണ് ചേച്ചിയുടെ പ്രശ്നം? ഞാൻ ഡീൽ ചെയ്ത് തരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി എന്നിവള് പറയുന്നളിയാ. ദുഷ്ട കൂടെ കാല് മാറണം. നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അളയാ, അളയന്റെ ആ ക്രെഡിറ്റ് കാർഡ് ഇരിപ്പില്ലേ, അതിങ്ങോട്ട്. എന്തിനാണ് ഏട്ടാളിയാ, ഒരളിയൻ ചോദിച്ചാ ക്രെഡിറ്റ് കാർഡ് എടുത്തു തരാനാണ് പ്രശ്നം. ചോക്കൊച്ചിനടക്കാണ് കൊച്ചു കള്ളൻ. ഏട്ടാ ഇങ്ങോട്ടെ ചോദിക്കണേ എന്തിനു ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഡബിൾ 255. ഓ ഡബിൾ 255. ഓക്കേ. അമ്മൂമ്മ, കനകാന്റി, പാറു, അമ്മായി, ഫോളോ മീ. നിങ്ങൾ രണ്ടുപേരും വരണ്ട. അല്ല, നീ ഈ കാർഡും കൊണ്ട് എന്ത് ചെയ്യാൻ പോണ്? ഈ കാർഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി അല്ലേ വേണ്ടത്? സ്നേഹിക്കാൻ അവസരമല്ലേ വേണ്ടത്? ഈ വീട് ഫുള്ള് ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. അമ്മൂമ്മ, ഇങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഇറങ്ങ. എടാ എവിടെ പോവാ? അങ്ങനൊന്നുമില്ല, എങ്ങോട്ടേലും പോവാം. അളിയന്റെ ക്രെഡിറ്റ് കാർഡ് അല്ലേ കയ്യിരിക്കണേ. ഡ്രസ് ഒന്നും മാറിയിട്ടില്ല. പുതിയ ഡ്രസ് മേടിക്കാം. എന്റെ പൊന്ന് സിദ്ധോളിന്റെ ക്രെഡിറ്റ് കാർഡ് അല്ലേ ഇരിക്കണേ. അല്ല കേശു, അപ്പൊ എന്റെ കാര്യം എന്നോട് വരാന്ന് പറഞ്ഞു. ടാസ്ക് വിളിച്ചു പോ. അളിയന്റെ ക്രെഡിറ്റ് കാർഡ് അല്ലേ. കേസു, സാപ്പാട് വെളിന്ന് കഴിക്കും. അളിയന്റെ ക്രെഡിറ്റ് കാർഡ് അല്ലേ ഇരിക്കുന്നേ. അങ്ങനെ പറഞ്ഞുകൂടെ അളിയാ? ഡബിൾ 255. അത് മതി. എല്ലാരും എന്തൊരു നോയിക്കൊണ്ടിരിക്കണം. അമ്മായി ഇറങ്ങി ഇങ്ങോട്ടോ. പാറു ഇറങ്ങടി, ഇറങ്ങടി, ഇറങ്ങടി. അമ്മ ഇറങ്ങി. കനാൻഡി ഇറങ്ങി. പോവാന്നങ്ങോട്ട്. പിന്നെ അളിയാ, ചേച്ചി, ചിലപ്പോ ഞങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ. റൂം എടുത്ത് അവിടെ താമസിക്കും. അളിയന്റെ ക്രെഡിറ്റ് കാർഡ് അല്ലേ കയ്യിരിക്കണേ. പോട്ടാ. എന്തൊരു ആശ്വാസം, എന്തൊരു സ്വസ്ഥത. ഒറ്റ മനുഷ്യരില്ലേ ഇവിടെ. ഇനി നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ആവാം. എന്റെ ക്രെഡിറ്റ് കാർഡ് പോയപ്പോഴാണ് നിനക്ക് റൊമാൻസ്.